നമസ്കാരം. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം അതിന്റെ പാരമ്യത്തിൽ നിൽക്കവേ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അസാധാരണമായ പ്രതിഷേധ നാടകങ്ങൾ. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പാർട്ടി മുഖപത്രങ്ങൾക്കും ചാനലുകൾക്കും മാത്രം മുൻഗണന നൽകുന്നു എന്നാരോപിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം. ഇത് മോശമാണ് CMA. കൈരളിയുടെയും ദേശാഭിമാനിയുടെയും ചോദ്യങ്ങൾക്ക് മാത്രം മറുപടി പോരാ എന്ന് മാധ്യമപ്രവർത്തകർ പരസ്യമായി വിളിച്ചു പറഞ്ഞതോടെ വാർത്താ സമ്മേളനം സംഘർഷഭരിതമായി. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ വിശദീകരിക്കാനും പ്രതിപക്ഷ ആരോപണങ്ങൾക്ക് മറുപടി നൽകാനുമാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കണ്ടത്. എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം CPM അനുഭാവമുള്ള മാധ്യമങ്ങൾക്ക് മാത്രം ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരം നൽകുന്നുവെന്നും മറ്റുള്ളവരെ അവഗണിക്കുന്നുവെന്നും പ്രതിഷേധിച്ചവർ ആരോപിച്ചു. മുഖ്യമന്ത്രി മറുപടി നൽകാതെ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കാൻ ശ്രമിച്ചതോടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ദേശാഭിമാനിയിൽ നിന്നും കൈരളിയിൽ നിന്നും ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് 7 പേരുണ്ടായിരുന്നു. ഇവരുടെ ചോദ്യങ്ങൾ ആദ്യം വരും, പിന്നീട് സമയമായെന്ന് പറഞ്ഞ് പിണറായി പോകും. SDPIയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ച മാധ്യമപ്രവർത്തകന് ഇയാൾക്ക് എന്തോ സൂക്കേടുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് പ്രസക്തി ഏറെയായിരുന്നു. കൊല്ലത്തെ വാർത്താ സമ്മേളനത്തിലും നാടകീയ സംഭവങ്ങൾ ഉണ്ടായതെന്തായാലും മുഖ്യമന്ത്രിയുടെ ഇമേജിനെ കുറച്ച് ബാധിച്ചിട്ടുണ്ട്. വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചു മടങ്ങിയ മുഖ്യമന്ത്രി വീണ്ടും തിരിച്ചെത്തി മൈക്കിന് മുന്നിലിരിക്കുകയും ചെയ്തു. 3 ചോദ്യങ്ങൾക്ക് ശേഷം മുഖ്യമന്ത്രി എഴുന്നേറ്റ് പോകാൻ ഒരുങ്ങിയതോടെയാണ് മറ്റു മാധ്യമപ്രവർത്തകർ ഇത് ചോദ്യം ചെയ്തത്. ഇതോടെ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ച് എഴുന്നേറ്റ് പോയ മുഖ്യമന്ത്രി തിരിച്ചു വന്നിരുന്ന മറുപടി നൽകുകയായിരുന്നു. ചോദ്യം മനസ്സിലുണ്ടായാൽ പോരാ എന്നും സമയം കഴിഞ്ഞെന്നും അതുകൊണ്ടാണ് അവസാനിപ്പിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. SDPI CPI ഡീൽ ആരോപണമടക്കമുള്ള ചോദ്യങ്ങളാണ് മാധ്യമപ്രവർത്തകർ ചോദിക്കാൻ ശ്രമിച്ചത്. മുഖ്യമന്ത്രി പത്രസമ്മേളനം നിർത്തിപ്പോയതോടെ മാധ്യമപ്രവർത്തകർ പ്രതിഷേധിച്ചു. സംവാദം വേണമെന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് പ്രതിഷേധക്കാർ കുറ്റപ്പെടുത്തി. 10 വർഷത്തെ റിപ്പോർട്ട് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി അതിലെ പാളിച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങളെ ഭയപ്പെടുകയാണെന്ന് പ്രതിപക്ഷത്തിന്റെ ആരോപണവും ഇതിനകം വന്നു. നിയമത്തെ സ്ഥാനാർത്ഥി V ശിവൻകുട്ടിയും മുഖ്യമന്ത്രിയും ഒരേപോലെ സംവാദ വെല്ലുവിളി നടത്തുമ്പോഴും മാധ്യമങ്ങളോട് സമ്മതിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകാത്തത് ഇരട്ടത്താപ്പാണെന്ന് സോഷ്യൽ മീഡിയയിലും ചർച്ചകൾ ഉയരുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നാളുകളിൽ ഇത്തരം സംഭവങ്ങൾ വോട്ടർമാരെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. വികസന ചർച്ചകൾക്കൊപ്പം തന്നെ മുഖ്യമന്ത്രിയുടെ മാധ്യമങ്ങളോടുള്ള സമീപനവും ഇപ്പോൾ പ്രധാന രാഷ്ട്രീയ വിഷയമായി മാറിയിരിക്കുകയാണ്. എല്ലാ ദിവസവും മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. നാളെയും എത്തും. ഈ സാഹചര്യത്തിൽ നാളെ മുഖ്യമന്ത്രി എന്തു പറയുമെന്നതും നിർണായകമാണ്. എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് മാധ്യമങ്ങളെ കണ്ട് സംസാരിക്കവേ നേരത്തെ തീരുമാനിച്ചുറപ്പിച്ചതുപോലുള്ള ചോദ്യങ്ങൾക്ക് മാത്രമാണ് മറുപടി നൽകിയത്. ഇതിൽ പ്രതിഷേധിച്ച മാധ്യമപ്രവർത്തകർ ഇത് മോശമാണ് CMA, ഞങ്ങളെ വിളിച്ചു വരുത്തി എന്തിനാണെന്ന് അടക്കമുള്ള ചോദ്യങ്ങൾ ഉയർത്തിയത് അദ്ദേഹം തിരികെ വന്ന് ഇരിക്കുകയായിരുന്നു. സമയം അതിക്രമിച്ചതുകൊണ്ടാണ് കൂടുതൽ സമയം മറുപടി പറയാൻ ഇരിക്കാത്തതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. എന്നാൽ ഈ മറുപടി തൃപ്തികരമല്ല. പല ഘട്ടങ്ങളിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമപ്രവർത്തകരോട് കയർത്ത് സംസാരിച്ചിട്ടുണ്ട്. ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെ പോയിട്ടുണ്ട്. സമാനമായ സംഭവമാണ് കൊല്ലത്തുമുണ്ടായത്.